ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു ഫ്രൈഡ് റൈസിനൊക്കെ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതാ നോക്കിയേ, ഞാൻ അതിനകത്തൊരു ചെറിയ ഒരു പിന്നെ ഇതാണ് മസാലയാണ് കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇതിനി നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സവോളയും നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഒരു സിമ്പിൾ കറി അല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു 3 തക്കാളി ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരണം, ഒന്ന് പേസ്റ്റ് ആക്കിക്കൊണ്ട് വരണം. അതിൻ്റെ കൂടെ ഈ കാഷ്യൂവും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഈ തക്കാളി അരച്ചെടുക്കാൻ. 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസിനൊക്കെ ഒരു കറി എന്നുള്ളതേ ഉള്ളേ. അപ്പോൾ അതിനകത്തോട്ട് നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. ഇനിയും ഒരിച്ചിരി വിനാഗിരി, 1 സ്പൂൺ വിനാഗിരി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ആദ്യം നമുക്ക് സവോള വറുത്തെടുക്കാം. ഒന്ന് വറുത്തെടുത്ത് മാറ്റാം. മൂന്ന് തക്കാളിയും അതുപോലെ തന്നെ ഒരു 8-10 കാഷ്യൂവും കൂടെ ഞാൻ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേനുണ്ടല്ലോ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലപോലെ ചുമന്ന് വന്നു. ഇത് നമുക്കങ്ങ് എടുത്തു മാറ്റാവേ. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനും ഒന്ന് വറുത്തെടുക്കണം. കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാവേ. കറിവേപ്പില. ചിക്കൻ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് എടുത്ത് കോരി മാറ്റി വെക്കാവേ. ഡീപ്പായിട്ടുള്ള ഫ്രൈ വേണ്ട കേട്ടോ. നല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിരിക്കും ചിക്കൻ. എന്നാൽ ഷാലോ ഫ്രൈയും അല്ല, ചിക്കൻ വെന്തിട്ടുണ്ട്, ആ പരുവത്തിലെടുക്കണം. അടുത്ത ട്രിപ്പ് ചിക്കനൊക്കെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. അവിടെ ചെറിയുള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ ഇട്ടു കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കാഷ്യും കൂടെ പേസ്റ്റ് ആക്കിയതാണ്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മളിത് വഴറ്റണം കേട്ടോ. അതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ചിക്കനകത്തൊക്കെ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയെ, കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയാണ്, ഗരം മസാലയാണ്, അതും ഇതാ ചേർത്ത്. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ഇനി ഒരു മസാല എല്ലാമായിട്ട് ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടി 1 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ കറി എന്തായെന്ന് നോക്കണ്ടേ? നമുക്കൊന്ന് എടുത്ത് നോക്കാവേ. ഞാൻ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി കുഴമ്പ് രൂപത്തിലാണ് നമ്മുടെ കറി വേണ്ടിയേ.
ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ? ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന സവോള. പരിപാടി തീർന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നറിയോ? കുറച്ച് മല്ലിയില ഇടുക. ഒന്നും കൂടെ മൂടി വെക്കുക. ഓക്കെ, നമ്മുടെ ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇത് വേണം, ചാറ് വേണം, അതിനനുസരിച്ച് നിങ്ങൾ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിൽ മതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സോസ് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സോസ് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാത്തത് നമുക്ക് ഇവിടെ ഇങ്ങനെ മതിയായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പുതിയൊരു വീഡിയോ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.